നമ്മളെല്ലാവരും ദുആ ചെയ്യുന്നവരാണ്. ഒരുപാട് പേരുടെ പരാതി, എത്ര ദുആ ചെയ്തിട്ടും അള്ളാഹു ദുആ സ്വീകരിക്കുന്നില്ല, ഉത്തരം തരുന്നില്ലല്ലോ. എൻ്റെ ആ കാര്യത്തിന് വേണ്ടി ഞാൻ ദുആയിരുന്നു, വീട് കിട്ടാൻ ദുആയിരുന്നു, പക്ഷെ ദുആ സ്വീകരിക്കുന്നില്ല. എന്താണ് കാരണം? 5 കാര്യങ്ങൾ ചെയ്തിട്ട് ദുആ ചെയ്താൽ അള്ളാഹു ആ ദുആ സ്വീകരിക്കും, ഉറപ്പാണ്. 5 കാര്യങ്ങൾ ചെയ്തിട്ട് ദുആ ചെയ്താൽ അള്ളാഹു തആല ദുആ സ്വീകരിക്കും. അതോടൊപ്പം തന്നെ 5 കാര്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പാടില്ല. ദുആ ചെയ്യാൻ പാടില്ലാത്ത 5 കാര്യം ഏതൊക്കെയാണ്? അതോടൊപ്പം തന്നെ ദുആ സ്വീകരിക്കുന്നതിന് 5 കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഏതൊക്കെയാണ് ഈ 10 കാര്യങ്ങളെന്ന് വിശദമായി കേൾക്കാം. അതോടൊപ്പം തന്നെ എപ്പോഴും നമ്മൾ പറയേണ്ട ഒരു ദുആയുമുണ്ട്, അതും നമുക്ക് കേൾക്കാം, പഠിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും ദുആയിനെ സ്വീകരിക്കുമാറാവട്ടെ. ഉമ്മമാരെ, ഉപ്പമാരെ, ഒരുപാട് പേര് നമ്മളോട് ദുആ കൊണ്ട് വസീയത്ത് പറഞ്ഞിട്ടുണ്ട്. ഓരോ വീഡിയോകൾക്ക് താഴെയും ഉസ്താദെ ദുആരക്കണം, ഉസ്താദെ ദുആരക്കണം എന്ന് പറഞ്ഞിങ്ങനെ ഒരുപാട് ദുആ വസീയത്ത് വരാറുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വേണ്ടി നിങ്ങൾ ദുആരക്കണം. ഉസ്താദ് മാത്രം ദ്വാരന്നാൽ പോരല്ലോ, ഉസ്താദിനും ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്കും നിങ്ങൾ ദ്വാരക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഇതൊരു സംഘമാണ്, ഇത് നമ്മുടെ ഒരു എന്താ പറയുക, ഒരു കുടുംബമാണ്. ഈ ഒരു ചാനലിലുള്ള നമ്മളെല്ലാവരും ഒരു കുടുംബമാണ്. അപ്പോൾ നമ്മൾ പരസ്പരം അള്ളാഹുവേ ഈ വീഡിയോകൾക്ക് താഴെ ആരെല്ലാം കമൻറ്റുകളായി ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ടോ എല്ലാവരുടെയും എല്ലാ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ, അവരുടെയൊക്കെ രോഗങ്ങൾ ശിഫയാക്കണേ, നമ്മളെല്ലാവർക്കും വേണ്ടി ദ്വാരക്കണം. അള്ളാഹു താല നമ്മുടെ ദ്വായിനെ സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ പറയുന്നത് അങ്ങനെ ദ്വായുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. ഒരുപാട് പേര് പറയുന്നു ഉസ്താദ് ഞാനൊക്കെ എത്ര ദ്വാരക്കണമെന്നറിയോ, പാതിരാത്രി എഴുന്നേറ്റ് ദ്വാരക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഞാൻ എപ്പോഴും ദ്വാരക്കുന്നുണ്ട്, എല്ലാ കാര്യം പറഞ്ഞ് ദ്വാരക്കുന്നു, എൻ്റെ ദ്വാ പടച്ചോൻ സ്വീകരിക്കുന്നില്ലല്ലോ എന്ന് ഒരുപാട് പേര് വിഷമം പറയുന്നവരുണ്ട്. അതുപോലെ ചില ആളുകൾ ഉസ്താദെ ആ കാര്യത്തിന് ദ്വാരക്കാമോ, ഈ കാര്യത്തിന് ദ്വാരക്കാമോ, അങ്ങനെ ദ്വാ ചെയ്താൽ കുഴപ്പമുണ്ടോ, ഇങ്ങനെ ദ്വാരുന്നാൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകളുമുണ്ട്. അപ്പോൾ ഇൻഷാ അള്ളാഹ് ഇന്നത്തെ വീഡിയോയിൽ ആദ്യം പറയാൻ പോകുന്നത് നമ്മുടെ ദുആ ചെയ്യുന്ന സമയത്ത് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദുആ, നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ തേട്ടം അള്ളാഹു വേഗത്തിൽ സ്വീകരിക്കും. 5 കാര്യങ്ങൾ ചെയ്തിട്ട് ദുആ ചെയ്താൽ അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നു. 5 കാര്യങ്ങളിൽ ഒന്നോ അല്ലെങ്കിൽ 5 കാര്യമോ ചെയ്തിട്ട് വേണം ദ്വാരക്കാൻ. ഒന്നാമത്തത് നമ്മൾ ദുആ ചെയ്യുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു സ്വതക്ക കൊടുത്തിട്ട് വേണം ദ്വാരക്കാൻ. വെറുതെ ഇരുന്നിട്ട് അള്ളാഹു പൊരുത്തപ്പെട്ട് തരണേ, അള്ളാഹ് എനിക്ക് അത് തരണേ, അള്ളാഹ് എനിക്ക് തരണേ, അങ്ങനെ ദുആ ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ ദുആ ചെയ്യുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു 10 രൂപയെങ്കിലും ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന് കൊടുത്തിട്ട്, ഇന്ന് 10 രൂപ കൊടുക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണ്ടല്ലോ, നമ്മുടെ വാട്സപ്പ് എടുത്ത് നോക്കിയാൽ, ഇപ്പം തന്നെ നിങ്ങൾ എടുത്തു നോക്കിയാൽ, നിങ്ങളുടെ ഫോണിൽ വാട്സപ്പ് എടുത്ത് നോക്കിയാൽ ഇന്ന ആൾക്ക് കരൾ രോഗമാണ്, അടിയിൽ ഗൂഗിൾ പേ നമ്പർ കൊടുത്തിട്ടുണ്ട്, കഴിയുന്നവരെ സഹായിക്കണേ, ഒരു മെസ്സേജ് കാണാം. അല്ലെങ്കിൽ ഇന്ന കുട്ടിക്ക് ക്യാൻസറാണ്, ഇന്ന ഗൂഗിൾ പേ നമ്പറുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഇങ്ങനെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും അല്ലാതെ സഹായ അഭ്യർത്ഥനയുമായിട്ട് ഒരുപാട് വീഡിയോകൾ ഉണ്ടാകും. അപ്പോൾ അവർക്കൊക്കെ നമ്മുടെ കയ്യിലുള്ള, അപ്പോൾ നമ്മളൊന്ന് വായിച്ചു നോക്കണം, നമുക്ക് അറിയാൻ പറ്റുമല്ലോ സത്യസന്ധമാണോ അല്ലയോ എന്ന്. അങ്ങനെ ഫേക്കായ ഒരുപാട് ന്യൂസുകൾ വരാറുണ്ട്, അതിൽ പെട്ടുപോകരുത്. അപ്പോൾ ആരൊക്കെ അങ്ങനെ ഒരു വാർത്തകൾ വിടുന്നുണ്ടോ, അപ്പോൾ അവരുടെ ആ അക്കൗണ്ടിലേക്ക് ഒരു 10 രൂപയെങ്കിൽ 10 രൂപ, ഒരു 100 രൂപയെങ്കിൽ 100 രൂപ, കഴിയുന്ന എന്തെങ്കിലും ഒരു സ്വതക്ക കൊടുത്തിട്ട് ദ്വാ ചെയ്യാനിരിക്കിൻ, അള്ളാഹു ദ്വാ സ്വീകരിക്കും. കാരണം സ്വതക്ക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഇത്രമാത്രം ഇഷ്ടമുള്ളൊരു അമൽ വേറെ ഇല്ല എന്നാണ്. എല്ലാ അമലും അള്ളാഹുവിന് ഇഷ്ടമാണ്. പക്ഷേ സ്വതക്കയുമായി ബന്ധപ്പെട്ട് അള്ളാഹു പറഞ്ഞത് സ്വതക്ക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം വേഗത്തിൽ അള്ളാഹിൻ്റെ അടുക്കൽ എത്തുമെന്നാണ്. കാരണം ഒരു മനുഷ്യൻ പൈസ, ഒരു പാവപ്പെട്ടവനെ കാണുമ്പോൾ ആ പാവപ്പെട്ടവന് പൈസ കൊടുക്കാൻ വേണ്ടി അയാൾ പേഴ്സിലേക്ക് കൈയിടുമ്പോൾ, പോക്കറ്റിലേക്ക് കൈയിടുമ്പോൾ 70 ശൈത്താന്മാർ പിടിച്ചു നോക്കുക, എടാ കൊടുക്കല്ലേട്ടോ, പൈസ കൊടുക്കല്ലേട്ടോ, നിനക്ക് ആ പൈസ കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, വീട്ടിലെ കാര്യം നോക്കണം, മക്കളുടെ ഫീസ് അടക്കണം, ഭക്ഷണം കഴിക്കണം, എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് ചെയ്യാൻ, അതിൻ്റെ ഇടയിൽ ആ പൈസ കൊടുത്താൽ അത് വെറുതെ പോവില്ല എന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി 70 ശൈത്താന്മാരുണ്ടാകുമെന്നാണ്.
അപ്പോൾ ആ ശൈത്താന്മാരെയൊക്കെ പുറങ്കാലുകൊണ്ട് തട്ടി മാറ്റിയിട്ടാണ് നമ്മൾ ആ പൈസ 10 രൂപയെങ്കിൽ 10 രൂപ കൊടുക്കുന്നത്. അപ്പോൾ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള അമൽ സ്വതക്ക. ആ സ്വതക്ക കൊടുത്തിട്ട് നമ്മൾ ദ്വാരക്കാനിരിക്കുന്ന അള്ളാഹു വേഗത്തിൽ സ്വീകരിക്കും. രണ്ടാമത്തത് ഒരുപാട് സ്വലാത്തുകൾ പറഞ്ഞിട്ട് വേണേ ദ്വാ ചെയ്യാൻ. വെറുതെ അള്ളാഹുവേ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ദ്വാരക്കുന്നതിന് മുമ്പ് അള്ളാഹുവേ നീ അത് കാക്കണേ, നീ എന്നെ രക്ഷിക്കണേ എന്നൊക്കെ പറയുന്നതിന് മുമ്പ് കുറച്ചൽപ്പം സ്വലാത്ത് ചൊല്ലണേ. ഒരു 3 സ്വലാത്തെങ്കിലും അല്ലേ, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മതി, ആ സ്വലാത്ത് മതി. ഒരു 3-4 സ്വലാത്തൊക്കെ ചൊല്ലിയിട്ട് വേണം നമ്മൾ ദ്വാരക്കാനിരിക്കാൻ. ആ സമയത്ത് അല്ലാഹു തആല വേഗത്തിൽ ആ സ്വലാത്തിന്റെ ഹക്ക് കൊണ്ട് നമ്മുടെ ദ്വായിനെ സ്വീകരിക്കുന്നതാണ്. ഒന്നാമത്തെ കാര്യം സ്വതക്ക ചെയ്യണേ, എന്നിട്ട് ദുആ രക്കണേ, ആ ദുആ അല്ലാഹു സ്വീകരിക്കും. രണ്ടാമത്തേത് സ്വലാത്ത് പറയണേ, സ്വലാത്ത് പറഞ്ഞിട്ട് ദുആ ചെയ്യണേ, അല്ലാഹു ആ ദുആ സ്വീകരിക്കും. മൂന്നാമത്തേത് നോമ്പുകാരനായ മനുഷ്യൻ അവൻ നോമ്പ് തുറക്കുന്നതിന് മുമ്പുള്ള സമയത്ത് ദുആ ചെയ്താൽ അല്ലാഹു ആ ദുആ സ്വീകരിക്കുന്നതാണ്. മഗ്രിബ് ബാങ്ക് 6 മണിക്കാണെങ്കിൽ 5:55 നമ്മൾ ദുആ ചെയ്യാനിരിക്കണേ. കുറഞ്ഞത് 5 മിനിറ്റെങ്കിലും ആ സമയത്ത് നമ്മൾ ദുആ ചെയ്താൽ നോമ്പുകാരി നിന്റെ ദുആ അല്ലാഹു കാത്തിരിക്കുകയാണ്. നോമ്പ് തുറക്കുന്നതിന് മുമ്പ് തൊട്ട് മുമ്പുള്ള മഗ്രിബ് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പുള്ള ടൈമിൽ ആ സമയത്ത് ദുആ ചെയ്താൽ അല്ലാഹു ആ ദുആ സ്വീകരിക്കും. നാലാമത്തേത് നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദുആയാണ്. ഇന്ന് നമസ്കാരങ്ങൾ അല്ലേ, ഇന്ന് സലാം വീട്ട ഉടൻ തന്നെ എഴുന്നേറ്റ് പോകുന്നു. എന്തോ വലിയ തിരക്കുള്ളൂ, ഒരു തിരക്കില്ല. റോട്ടിലേക്ക് ഇറങ്ങിയിട്ട് പള്ളിയുടെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത മട്ടിൽ. അപ്പോൾ എന്ത് ചെയ്യുക, നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഇരിക്കുക, സുബ്ഹാനല്ലാഹ് പറയുക, അൽഹംദുലില്ലാഹ് പറയുക, അല്ലാഹു അക്ബർ പറയുക, ദിക്ർ ചൊല്ലുക. അത് കഴിഞ്ഞ് നമ്മൾ നല്ലതുപോലെ ദ്വാരക്കുക. പള്ളിയിലേക്ക് നമ്മളെ ഉസ്താദുമാർ ദ്വാരക്കുമ്പോൾ ആമീൻ 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 എന്ന് പറഞ്ഞു പോവാതെ ആ ദ്വാ കഴിഞ്ഞിട്ടല്ലാ പടച്ചോനെ എനിക്ക് നീറുന്ന പ്രശ്നങ്ങളുണ്ട് അല്ലേ, ഒരുപാട് പ്രതിസന്ധികളുണ്ട്, എല്ലാം നീ മാറ്റിത്തരണമെന്ന് നല്ല പച്ച മലയാളത്തിൽ ദ്വാരെന്നാൽ മതി. നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദ്വാ അള്ളാഹു സ്വീകരിക്കും, ഉറപ്പാൻ. പക്ഷേ ദ്വാ ചെയ്യേണ്ട രൂപത്തിൽ ചെയ്യണം. ഇത് ആർക്കോ വേണ്ടി ദ്വാരക്കുന്നത് പോലെ, ആരുടെയോ കാര്യത്തിന് വേണ്ടി പറയുന്നതും അങ്ങനെയല്ല, സ്വന്തം കാര്യമാണ് പറയുന്നത്. നല്ലതുപോലെ ദ്വാരക്കുക നിസ്കാരങ്ങൾക്ക് ശേഷം. നാലാമതായി ചെയ്യേണ്ടത് ഇസ്തിഗ്ഫാർ പറഞ്ഞിട്ട് ദ്വാരക്കുക. നമ്മൾ ദ്വാരക്കുന്നതിന് മുമ്പ് അല്ലെ ഒരു 11 പ്രാവശ്യം ഇസ്തിഗ്ഫാർ പറഞ്ഞിട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് അങ്ങനെ ദ്വാരക്കുക. അതായത് ഇസ്തിഗ്ഫാർ പറഞ്ഞിട്ട് ദ്വാരക്കുക. അല്ലാഹു തആല വേഗത്തിൽ ആ ദ്വാ സ്വീകരിക്കും. അല്ലാഹുക്ക് ഇഷ്ടമാണ് ഇസ്തിഗ്ഫാർ കേൾക്കുന്നത്. അല്ലാഹുവിൻ്റെ പാപങ്ങൾ പൊറുക്കണേ എന്ന് അല്ലാഹുവിനോട് പറയുന്ന ഒരു അടിമയെ അല്ലാഹുവിന് ഇഷ്ടമാണ്. അപ്പോൾ ഇസ്തിഗ്ഫാർ പറഞ്ഞിട്ട് ദ്വാരക്കാൻ ശ്രമിക്കുക. അതുപോലെ അഞ്ചാമത്തേത് ദുആക്ക് ഇജാബത്തുള്ള ഒരു ടൈമാണ്, സമയമാണ്. വെള്ളിയാഴ്ച ദിവസം ഇമാം ഖുതുബ ഓതാൻ വേണ്ടി ആ മിമ്പറിലേക്ക് ഇങ്ങനെ കയറിയിട്ട് ആ ഖുതുബ ഓതുന്ന ആ ടൈമിൽ നമ്മൾ ദ്വാരക്കുക. ആ സമയത്ത് ഖുതുബ കേട്ടിരിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ടാവുമല്ലോ, അത് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരും. അല്ലാ പടച്ചോനെ എൻ്റെ ആ പ്രതിസന്ധി മാറ്റണേ അല്ലാ, കടങ്ങൾ മാറ്റി തരണേ അല്ലാ, മക്കളെ നന്നാക്കണേ അല്ലാ എന്നൊക്കെ ആ സമയത്ത് നമ്മളിങ്ങനെ നമ്മുടെ മനസ്സിലിങ്ങനെ ദ്വാ ചെയ്താൽ അല്ലാഹു ആ ദ്വാ സ്വീകരിക്കുമെന്നാണ്. ഇന്ന് ദ്വാരക്കാൻ, ഇന്ന് ഉറങ്ങുകയാണ്, അല്ലെങ്കിൽ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാ, പിന്നെ എങ്ങനെയാണ് ദ്വാരക്കുന്നത്? അപ്പോൾ ആ സമയത്തുള്ള ഇമാം മിമ്പറിൽ കയറിയിട്ട് ആ ഖുതുബ ഓതുന്ന ടൈമിലുള്ള ആ ദ്വാ അല്ലാഹു സ്വീകരിക്കുമെന്നാണ്. അതോടൊപ്പം തന്നെ പല ഉമ്മമാരും ചോദിക്കുന്നു, ഉസ്താദേ അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾക്കിപ്പോൾ പള്ളിയിൽ പോയിട്ട് ജുമാ നിസ്കാരമില്ലല്ലോ, അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളൊന്നും ചെയ്യേണ്ട, നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് എന്ത് ചെയ്യുക, ആ ളുഹർ നമസ്കാരത്തിൻ്റെ ആ ഒരു ടൈമിൽ നിങ്ങൾ ദുആ ഇരുന്നാൽ മതി. ഇൻഷാ അല്ലാഹ് ഈ ഖുതുബ ഓതുന്ന ടൈമിൽ ദുആ ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രതിഫലം ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വീട്ടിലിരുന്നിട്ട് ആ 4 റക്അത്ത് ളുഹർ നിസ്കരിച്ചതിന് ശേഷം ദുആ ചെയ്താലും അല്ലാഹു ആ ദുആ സ്വീകരിക്കുന്നതാണ്. അപ്പോൾ 5 കാര്യങ്ങൾ ചെയ്തിട്ട് വേണേ ദ്വാരക്കാൻ, എങ്കിൽ അല്ലാഹു തആല ദുആ വേഗത്തിൽ സ്വീകരിക്കും. ഇനി പറയാൻ പോകുന്നത് 5 കാര്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പാടില്ല. ഒന്നാമത്തേത്, തെറ്റുകൾ ചെയ്യാൻ വേണ്ടി ദ്വാരക്കാൻ പാടില്ല. തെറ്റുകൾ ചെയ്യാനുള്ള തൗഫീക്കിന് വേണ്ടി ബാറ് തുറന്നിട്ട് വേണം കള്ള് കുടിക്കാൻ. അല്ലാഹുവേ ആ ബാറൊന്ന് നേരത്തെ തുറന്നെങ്കിൽ ദ്വാരക്കാൻ പാടില്ല. പഠിച്ചോനെ ഇന്ന് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ബാറ് തുറന്നിട്ടുണ്ടാവണേ, അങ്ങനെയൊന്നും ദ്വാരക്കാൻ പാടില്ല. അല്ലെങ്കിൽ പഠിച്ചോനെ ഞാൻ ചെല്ലുമ്പോൾ അവിടെ ആ പലിശക്കാരൻ ഉണ്ടാവണേ, അവൻ്റെ നിന്ന് കുറച്ച് എനിക്ക് പലിശ വാങ്ങാനുള്ളതാണ്, അങ്ങനെയൊന്നും ദ്വാരക്കാൻ പാടില്ല. തെറ്റുകൾ ചെയ്യാൻ വേണ്ടി ദ്വാരക്കാൻ പാടില്ലെന്നാണ്. രണ്ടാമത്തേത്, ഒരു നാട്ടിൽ അല്ലെങ്കിൽ കുടുംബത്തിൽ ഫിത്ന, ഫസാദ്, കുഴപ്പം
പ്രശ്നം വഴക്ക് ഉണ്ടാവാൻ ദ്വാരക്കാൻ പാടില്ല. അള്ളാഹുവേ അവനെ ചെല്ലുമ്പോൾ എൻ്റെ അയൽവാസികൾ തമ്മിൽ വഴക്കുണ്ടാവണേ, അല്ലെങ്കിൽ ആ പെണ്ണും പിള്ളയും ആ ചെറുക്കനും തമ്മിൽ വഴക്കുണ്ടാവണേ, അല്ലെങ്കിൽ ആ ഭാര്യയും ഭർത്താവും വഴക്കുണ്ടാവണേ, അങ്ങനെ മറ്റുള്ളവരുടെ ഫിത്നയും ഫസാദും ഉണ്ടാവണേ എന്ന് ദ്വാരക്കാൻ പാടില്ല. അള്ളാഹുവേ ഒരു നല്ല മഴ, ഇടിവെട്ടി മഴ പെയ്തെങ്കിൽ അവൻ്റെ ആ കൃഷിയൊക്കെ നശിച്ചു പോയേനെ, അവൻ്റെ വീടൊന്ന് ചോർന്നേനെ, അവൻ്റെ വീടൊന്ന് നശിച്ചു പോയേനെ, ഒരു പ്രളയമുണ്ടായെങ്കിൽ, കൊറോണ ഒന്നുകൂടി വന്നെങ്കിൽ, അങ്ങനെ ഒരു കുഴപ്പമുണ്ടാവാൻ വേണ്ടി ആഗ്രഹിച്ചിട്ട് ദ്വാരക്കാൻ പാടില്ല. അതുപോലെ തന്നെ മൂന്നാമത്തേത്, നമുക്ക് യോജിക്കാത്ത പദവിക്ക് വേണ്ടി ദ്വാരക്കാൻ പാടില്ല. നമുക്കറിയാം നമുക്കൊണ്ട് പറ്റില്ല. ഇപ്പം എനിക്കറിയാം എനിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയാവാൻ എനിക്ക് യോഗ്യതയില്ല, ഞാൻ ഈ പ്രധാനമന്ത്രിയായാൽ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല. അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ ആ ഒരു ദുആ ചെയ്യാൻ പാടില്ലെന്നല്ലേ? നമുക്ക് യോഗ്യതയില്ലാത്ത ആൾ അതിനു വേണ്ടി ദ്വാരക്കാൻ പാടുണ്ടോ? ഇല്ലല്ലോ. എന്നെക്കൊണ്ട് കളക്ടർ ആവാൻ പറ്റില്ല, എന്നെക്കൊണ്ട് ഡോക്ടർ ആവാൻ പറ്റില്ല. കാരണം ഞാൻ ഡോക്ടർ ആവാനല്ല പഠിച്ചത്, കളക്ടർ ആവാനല്ല പഠിച്ചത്. അതിനാൽ ഞാൻ അള്ളാഹു എന്നെ ഒരു കളക്ടർ ആക്കണേ, അള്ളാഹു എന്നെ ഡോക്ടർ ആക്കണേ, അങ്ങനെയല്ലല്ലോ. നമുക്ക് അനുയോജ്യമായ ചില പദവികൾ, ഒരു പൊസിഷനുകളുണ്ട്. അപ്പം അതിനുവേണ്ടി ഇപ്പം ഞാൻ ദ്വാരക്കണം, അള്ളാഹു എന്നെ നല്ലൊരു ആലിമാക്കണേ, എന്നെ നല്ലൊരു പ്രഭാഷകനാക്കണേ, ഞാൻ പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തിലാക്കണേ, അങ്ങനെ എനിക്ക് ദ്വാരക്കാം. അള്ളാഹുവെ എന്നെ നീ അമേരിക്കൻ പ്രസിഡന്റ് ആക്കണേ എന്ന് ഞാൻ ദ്വാരന്നാൽ അതൊരു ദ്വാ, ഒരു അസ്ഥാനത്തുള്ള ദ്വായാണ്. അതുകൊണ്ട് നമുക്ക് യോജ്യമല്ലാത്ത പദവികൾ കിട്ടാൻ വേണ്ടി ദ്വാരക്കാൻ പാടില്ല. നാലാമത്തേത് ഒരു ദ്വായുണ്ട്, അള്ളാഹുവേ എനിക്ക് നീ ആയുസ് നീട്ടിത്തരണേ പടച്ചോനെ. എന്തിനാ ആയുസ് നീട്ടി കിട്ടുന്നത്? ഒരുപാട് കാശുണ്ടാക്കാൻ. ഒരുപാട് കാശുണ്ടാവാനല്ല നമ്മൾ ആയുസ് നീട്ടിക്കിട്ടാൻ വേണ്ടി ദ്വാരക്കേണ്ടത്, മറിച്ച് അള്ളാഹുവേ എനിക്ക് നീ ഒരുപാട് ആയുസ് തരണം. ആ ആയുസ് കിട്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യണം? എനിക്ക് ഹജ്ജ് ചെയ്യാനുണ്ട്, എനിക്ക് ഉംറ ചെയ്യാനുണ്ട്, എനിക്ക് ഒരുപാട് നിസ്കരിക്കാനുണ്ട്, എനിക്ക് ഇനിയും ഒരുപാട് ഖുർആൻ ഓതാനുണ്ട്. അതിനൊക്കെ വേണ്ടി എനിക്ക് ആയുസ് നീ ദീർഘിപ്പിച്ച് നൽകണേ എന്ന് നമുക്ക് ദ്വാരക്കാം. അഞ്ചാമത്തേത്, സ്വന്തത്തിന് വേണ്ടിയോ സ്വന്തം മക്കൾ നശിച്ചു പോവാൻ വേണ്ടിയോ ദ്വാരക്കാൻ പാടില്ല. ചില ഉമ്മമാര് ദ്വാരക്കും, അല്ലാഹുവേ ഇവനൊന്നും നശിച്ചു പോയെങ്കിൽ, ഈ മകനൊന്നും മരിച്ചു പോയെങ്കിൽ, ഇവനൊന്നൊന്നും നശിച്ചു പോയി, ഇവൻ്റെ കയ്യും കാലൊന്നും ഒടിഞ്ഞെങ്കിൽ, അങ്ങനെയൊക്കെ ദ്വാരക്കുന്ന ഉമ്മമാരുണ്ട്. ഉമ്മമാരെ നിങ്ങളങ്ങനെ ദ്വാരക്കാൻ പാടില്ല, മക്കൾക്കെതിരായിട്ട് ദ്വാരക്കാൻ പാടില്ല, മക്കളെ ശപിക്കാൻ പാടില്ല. ദുആഉൽ വാലിദി ലി വലദിഹി കദുആഉൻ നബിയ്യി ലി ഉമ്മത്തി. ഒരു സമുദായത്തിന് വേണ്ടി ഒരു പ്രവാചകൻ ദ്വാരക്കുന്നത് പോലെയാണ് ഒരു മാതാവ്, ഒരു പിതാവ് മക്കൾക്ക് വേണ്ടി ദ്വാരക്കുന്നത്. അതായത് ആ ദുആ അല്ലാഹു വേഗത്തിൽ സ്വീകരിക്കുമെന്നാണ്. മക്കൾ നശിച്ചു പോകാനൊന്നും വേണ്ടി ദ്വാരക്കാൻ പാടില്ല. എപ്പോഴും മക്കൾക്ക് അനുകൂലമായിട്ടേ ദ്വാരക്കാൻ പാടുള്ളൂ. ശാപവാക്ക് പറയാൻ പാടില്ല, മക്കളെ തെറി പറയാൻ പാടില്ല, മക്കളെ കുത്തുവാക്ക് പറയാൻ പാടില്ല. മണ്ടനെന്ന്, പൊട്ടനെന്ത്, ബുദ്ധിയില്ലാത്തവനെന്ന്, അവനൊക്കെ ഒന്നിനും കൊള്ളാത്തവനാണ്, പിശാചാണ്, അങ്ങനെയൊന്നും മക്കൾ വിളിക്കാൻ പാടില്ല, അങ്ങനെയൊന്നും ദുആ ചെയ്യാനും പാടില്ല. അതുപോലെ തന്നെ സ്വന്തത്തിനായിട്ട് കേടി ദ്വാരക്കാൻ പാടില്ല. എനിക്ക് ആ രോഗം വന്നെങ്കിൽ, ഞാനൊന്ന് നശിച്ചു പോയെങ്കിൽ, എനിക്കൊന്ന് നഷ്ടം സംഭവിച്ചെങ്കിൽ, എനിക്കൊന്ന് മരണം സംഭവിച്ചെങ്കിൽ, അങ്ങനെയൊന്നും ദ്വാരക്കാൻ പാടില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആയിനെയെല്ലാം സ്വീകരിക്കുമാറാവട്ടെ. അപ്പോൾ ഏതൊക്കെ കാര്യങ്ങൾ ചെയ്തതിന് ശേഷമാണ് ദ്വാരക്കേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു, ഏതൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി ദ്വാരക്കാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഏറ്റവും കൂടുതൽ നമ്മൾ അധികരിപ്പിക്കേണ്ട ദുആ വിശുദ്ധമായ ഖുർആനിലെ റബ്ബനാ ആതിനാ ഫിദ്ദുന്യ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ എന്ന ദുആ. അതായത് ദുനിയാവിലെ എല്ലാ കാര്യവും ആഖിറത്തിലെ എല്ലാ കാര്യവും കൂട്ടി നമ്മൾ അള്ളാഹിനോട് പറയുന്ന ഒരു ദുആയാണ്. ഈ ദുആ നമ്മൾ മറന്നു പോകാൻ പാടില്ല. ഇൻഷാ അള്ളാഹ് ഈ ദുആ നമ്മൾ നിത്യമായി കൃത്യമായി കൊണ്ടുപോവുക. അല്ലാഹു തആല നമ്മുടെ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ, നമ്മുടെ ദുആയിനെ അല്ലാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത മുഴുവൻ ആളുകളുടെയും എല്ലാ പ്രതിസന്ധികളും, പ്രശ്നങ്ങളും, പ്രയാസങ്ങളും അല്ലാഹു മാറ്റി സലാമത്തും ഖൈറും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ വീഡിയോകൾ കാണുക, മറ്റുള്ളവരിലേക്ക് വീഡിയോകൾ എത്തിച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും ഖൈറിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.